Alhamdulillah Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastahdihi wa nastarshiduhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu falan tajida lahu waliyyan murshida. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا وأسوتنا وحبيبنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن أصدق الحديث كلام الله وأصدق الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. عباد الله وإماء الله، أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا شعيب أصلاتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك لأنت الحليم الرشيد. صدق الله مولانا العلي العظيم. സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൻ്റെ സർവ മേഖലകളിലും രണ്ട് വശങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്നും തഖ്വയോടുകൂടി സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കണമെന്നും എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പടച്ചതമ്പുരാൻ അവൻ്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയുടെ ജീവിതത്തിൽ ഇടപഴകലുകളും ഇടപാടുകളും സമൃദ്ധമായി വരുന്ന സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ ഇന്നും തുടർന്നുള്ള ഏതാനും ചില ഖുതുബകളിലും നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തലായും ചില കാര്യങ്ങളിലെങ്കിലും അത് ഇസ്ലാമിക അധ്യാപനങ്ങളായും പറഞ്ഞു തരണമെന്നാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് ഏവർക്കും നല്ല ജാഗ്രതയുള്ള, ദീനീപരമായി നമുക്കെല്ലാവർക്കും വിവരമുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകൾ ഇസ്ലാമിലെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, കുറച്ചെങ്കിലും സക്കാത്തിനെ കുറിച്ച്, ഇതെല്ലാം അറിയാനും പഠിക്കാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ അതത് സന്ദർഭങ്ങളിൽ നടത്താറുണ്ട്. നമസ്കാരത്തിൻ്റെ വിശദാംശങ്ങൾ ചെറുപ്പത്തിലെ തന്നെ നിസ്കാര കണക്കൊക്കെ വെച്ച് പഠിക്കുന്ന ആളുകളാണ് നമ്മൾ. നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു മനസ്സിനൊരു സ്വസ്ഥത ഉണ്ടാവാറില്ല. നോമ്പ് പിടിച്ചത് ശരിയായോ, മുറിഞ്ഞോ, ബാത്തിലായോ, മുങ്ങിക്കുളിച്ചാൽ നോമ്പ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സുറുമയിട്ടാൽ പ്രശ്നമുണ്ടോ, ഇഞ്ചക്ഷൻ എടുത്താൽ പ്രശ്നമുണ്ടോ, എത്ര സൂക്ഷ്മമായിട്ടാണെന്നറിയോ നോമ്പിനെയും നമസ്കാരത്തെയും ഒക്കെ നമ്മൾ അങ്ങനെ പരിഗണിച്ച് പോരാറുള്ളത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും കാലം വരുമ്പോൾ ഹജ്ജ് ക്ലാസ്സായും
ഉംറ ക്ലാസ്സുകളായിട്ടൊക്കെ അത് നമ്മൾ പഠിക്കാറുമുണ്ട്. എന്നാൽ ദൗർഭാഗ്യവശാൽ അത് സാമ്പത്തിക രംഗത്തേക്ക് കടക്കുമ്പോൾ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ പോലും, ഇപ്പോൾ സക്കാത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് തറപ്പിച്ച് പറയാൻ സാധിക്കും, നോമ്പ് പോലെ നമസ്കാരം പോലെ സക്കാത്തിനെ കുറിച്ച് നമുക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ സക്കാത്തൊന്നും നമുക്ക് കൊടുക്കാനില്ലാത്തൊരു ഏർപ്പാടാണ്. ഞാൻ എന്തിനാണ് സക്കാത്തിനെ കുറിച്ച് ആലോചിക്കുന്നത് എന്നാണ് ഒരു സാധാരണ ഒരു മനുഷ്യൻ കരുതുന്നത്. പക്ഷെ ഇസ്ലാമികമായി ഒരാൾ സക്കാത്ത് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും, അയാൾക്ക് അതിനുള്ള സമ്പത്ത് ഉണ്ടാവുന്നതും അതല്ലെങ്കിൽ സമ്പത്ത് എത്താത്തതുമൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷേ അയാൾ ആ കണക്ക് കൂട്ടി നോക്കൽ നിർബന്ധമുള്ള കാര്യമാണ്. തനിക്കെന്താണ് വരുമാനം, തനിക്കെന്താണ് ഇടപാടുകൾ, തനിക്കെന്താണ് കടം, എന്താണ് എൻ്റെ കിട്ടാക്കടങ്ങൾ, ബിസിനസ് ആണെങ്കിൽ എന്താണ് എൻ്റെ ഡെഡ് സ്റ്റോക്ക്, അതല്ലെങ്കിൽ എൻ്റെ മൊത്തം കച്ചവട വസ്തുക്കളിൽ, എൻ്റെ അസറ്റുകളിലൊക്കെ ഞാൻ എന്താണ് സക്കാത്തുമായി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അതൊന്നും കുഴപ്പമില്ല, അതറിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല എന്നാണ് പലരും കരുതുന്നത്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇടപാടുകൾ, പ്രത്യേകിച്ച് നമ്മുടെ നിസ്കാരവും നോമ്പും എന്നൊക്കെ പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ഇടപാടുകളാണ്. ആ ഇടപാടുകളിൽ നമുക്ക് വരുന്ന കുറവുകൾ അത് അല്ലാഹ് നേരിട്ട് പരിഹരിക്കേണ്ടതാണ്. നമ്മൾ അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചതൊക്കെ വീട്ടുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ നോമ്പെടുത്ത് കഴിഞ്ഞിട്ട് ദഹബൽ ലംഉ വബതല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു, പടച്ചോനെ നീ ഉദ്ദേശിച്ചാൽ ഇതിന് കൂലി കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സക്കാത്തിൻ്റെ വിഷയത്തിൽ, ഞാൻ സക്കാത്തല്ല നമ്മുടെ വിഷയം, അതല്ലെങ്കിൽ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിവില്ലാത്തത് കൊണ്ട് മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ഒരു നഷ്ടം, അതല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമുക്ക് അന്യം നിന്നു പോകുന്ന ഇസ്ലാമിക മര്യാദകൾ, ഇതൊക്കെ വെച്ച് നിർത്തി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പടച്ചവന് പോലും വിട്ടുപുറത്ത് തരാൻ പറ്റൂല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കടത്തിൻ്റെയൊക്കെ വിഷയത്തിൽ നമ്മൾ ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത്, ആ കടം ഒരു ഷഹീദാണെങ്കിൽ കൂടി, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരാൾ ഷഹീദാവുക എന്നുള്ളത് എത്ര വലിയൊരു കാര്യമാണ്. ഷഹീദിൻ്റെ കാര്യത്തിൽ പോലും അയാൾക്ക് മുന്നിൽ നിൽക്കുന്ന തടസ്സം കടമാണ്. അതായത് എത്ര വലിയൊരു പാഠമായിട്ടാണ് ഇസ്ലാം അതിനെ പഠിപ്പിക്കുന്നത് എന്ന് ആലോചിക്കണം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മുഅ്മിനും മുഖ്ലിസുമായ മനുഷ്യന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പറഞ്ഞു, അയാൾക്ക് അയാളുടെ ബാലൻസ് ഷീറ്റ്, അയാൾ മരിച്ചു പോകുമ്പോൾ അയാളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ പോലും ആരുമില്ല. മക്കൾക്ക് പോലും വാപ്പാൻ്റെ മയ്യത്ത് മുന്നിൽ വെച്ച് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ വിളിച്ചു പറയുക, വായിൽ തോന്നിയത് പറയുക എന്നുള്ളതല്ലാതെ അതിനൊരു ഡോക്യുമെൻറ്റേഷൻ ഇല്ല, അതൊന്നും രേഖപ്പെടുത്തിയിട്ട് പോലും ഇല്ല എങ്കിൽ ഒരാളുടെ പരലോകം, ഒരാളുടെ ബർസഖി ജീവിതം, ഒരാളുടെ ഖബർ ജീവിതം, മരണാനന്തര ജീവിതം അസ്വസ്ഥമാകുവാൻ അത് തന്നെ മതി എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. എന്നല്ല, ഇസ്ലാമികമായി സൂക്ഷ്മതയുടെ, തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായി മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റാഖഅ ഔ ഇസാറുൻ ഫൗക കഅബിസ് സാഖി മിൻഹു റാഫഅ. ലാ യഗുറൻക മിനൽ മർഇ, ഒരു മനുഷ്യനെ കണ്ട് നീ വഞ്ചിതനാകരുത്. ആൾക്കാരെങ്ങനെ നോക്കിയിട്ട് അയാൾ ഉഷാറാണെന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അങ്ങനെ പറയാൻ വരട്ടെ എന്ന് പറയുന്നത് ഇമാം ഷാഫി. ലാ യഗുറൻക മിനൽ മർഇ ഖമീസുൻ റാഖഅ, അയാളുടെ വസ്ത്രം ഇങ്ങനെ വളരെ, ആളിങ്ങനെ ആർഭാടപ്രിയനൊന്നുമല്ല, വളരെ സൂക്ഷ്മതയോടുകൂടി ഇങ്ങനെ ലാളിത്യമുള്ളൊരു വസ്ത്രം ധരിച്ചിട്ടൊക്കെയാണ് അത് നടക്കുന്നത്. അത് കണ്ടിട്ട് അയാൾ മുത്തക്കിയാണെന്നൊന്നും പറയാൻ നീ പോണ്ട. ഔ ഇസാറുൻ ഫൗക കഅബിസ് സാഖി മിൻഹു റാഫഅ, അതല്ലെങ്കിൽ കൃത്യമായി മുണ്ട് ഞെരിയാണിക്ക് കൃത്യം മേലെ തന്നെ നിൽക്കുന്ന ആളാണ്, അതാണ് തഖ്വയുടെ അടയാളമെന്നും ഒരാളെ കുറിച്ച് നീ കരുതണ്ട. ഔ ജബീനുൻ ലാഹ ഫീഹി അസറുൻ ഖദ് ഖാലഅ, അതല്ലെങ്കിൽ അയാളുടെ നിസ്കാരത്തഴമ്പ്, നെറ്റിയിൽ പാടുണ്ട്, നിസ്കരിച്ച് നല്ല നിസ്കാരക്കാരനാണെന്നുള്ളൊരു പാടുണ്ട്, അയാൾക്ക് തഴമ്പുണ്ട്. ഇത് കണ്ടിട്ടും അയാൾക്ക് നീ മാർക്കിടണ്ട. അഅ്തിഹി ദിർഹം അഅ്തിഹി ദിർഹം ഫൻദുർ ഗയ്യഹു ഔ വറഅ, അയാളുമായിട്ടൊരു സാമ്പത്തിക ഡീല് നടത്തിയിട്ട് ഫൻദുർ ഗയ്യഹു ഔ വറഅ,
അതിൽ നിനക്ക് അയാളെ ബോധിച്ചോ? അയാൾക്കത് ശരിയായിരുന്നോ? അയാൾ അതിൽ എത്ര മിടുക്കുണ്ട്? ഇത് മാത്രം നീ പറഞ്ഞാൽ മതി. അതായത് മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരാളെ വിലയിരുത്താൻ, ബാക്കിയുള്ളതൊക്കെ പടച്ചോൻ വിലയിരുത്തും. മനുഷ്യൻ എന്നുള്ള നിലയിൽ അയാൾ സൂക്ഷ്മതയുള്ള ജീവിതമാണ് പുലർത്തുന്നത് എന്നുള്ളതിന് ഒരാളുടെ സാമ്പത്തിക ജീവിതമാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. ചെറിയൊരു കാര്യമല്ല. നമ്മൾ മുത്തക്കിയാണ്, വലിയ ആളാണ്, അതല്ലെങ്കിൽ പടച്ച സാത്വികനാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രത്യക്ഷമായ കാരണങ്ങളെ മുഴുവൻ നിരാകരിച്ചുകൊണ്ടാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സാമ്പത്തികമായ നിങ്ങളുടെ ഇടപാടുകളിൽ നിങ്ങൾ ശരിയല്ലെങ്കിൽ, അതിൽ നിങ്ങൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ, ചിലർക്ക് മറ്റുള്ളവരായിട്ടൊന്നും ഉണ്ടാവില്ല, സ്വയം ബാങ്കൊക്കെ ആയിട്ടായിരിക്കും ഇടപാട്. അവിടെ പിന്നെ വേറെ ആരും ഇല്ലല്ലോ അറിയാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാങ്ക് എന്ന് പറഞ്ഞാൽ വേറൊരു തേർഡ് പാർട്ടിയാണ്. ബാങ്ക് എന്ന് പറഞ്ഞാലും വേറെ ആളുകളുടെ പൈസയാണ്. ബാങ്കിന് സ്വയം നിലക്ക് പൈസയൊന്നുമില്ല. ബാങ്ക് എന്നുള്ളത് വേറെ ആളുകളുടെ പൈസ കയ്യിൽ വെച്ച് വേറെ ആളുകൾക്ക് അത് പലിശ കൊടുത്ത് വേറെ ആളുകളിൽ നിന്ന് അവരുടെ ലാഭമോ നഷ്ടമോ നോക്കാതെ തന്നെ അവരിൽ നിന്ന് പലിശ വാങ്ങിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക സാമ്പത്തിക പാഠങ്ങൾ നമ്മൾ പഠിച്ചേ പറ്റൂ. ഒരു സംശയവുമില്ല. പണയം എന്താണ്? പണയ വസ്തുവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമം എന്താണ്? കടം എന്താണ്? കടം ചെറിയ തുകയുമായി ബന്ധപ്പെട്ട്, വലിയ തുകയുമായി ബന്ധപ്പെട്ട്, അവധി പറഞ്ഞ തുകയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ നിയമം എന്താണ്? വായ്പ എന്താണ്? പങ്കാളിത്തം എന്താണ്? കൂട്ടുകച്ചവടം എന്താണ്? അതുപോലെ തന്നെ പരസ്പരമുള്ള ഈ നമ്മൾ പുതിയ കാലത്തെ എല്ലാ ടെർമിനോളജികളും, പുതിയ കാലത്ത് നമ്മളിപ്പോൾ പറയും ഓഹരി വിപണി, അതുപോലെ ഷെയർ മാർക്കറ്റ്, അതുപോലെ ഇൻഷുറൻസുകൾ, അതുപോലെ ട്രേഡിങ്, ഇതിലൊക്കെ ഇസ്ലാമിൻ്റെ പാഠങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പലിശ എന്നുള്ളൊരു സംഗതി, ഞാൻ പലിശ വാങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പ്രശ്നം. ചില ആളുകളൊക്കെ തൻ്റെ സൂക്ഷ്മതയായിട്ട് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പലിശ വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എങ്ങനെയാ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈഹി. പലിശ തിന്നുന്നവൻ മാത്രമല്ല, തീറ്റിക്കുന്നവനെയും അള്ളാഹിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതായത് പലിശ തീറ്റിക്കുന്നവൻ ആരാണെന്ന് വെച്ചാൽ പലിശ കൊടുക്കണവനാണ്. വാങ്ങുന്നവൻ മാത്രമല്ല, വാങ്ങുന്നവൻ ഉണ്ടാകുന്നത് കൊടുക്കുന്ന. അപ്പോൾ അതിൻ്റെതായ, അപ്പോൾ ചില സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിലെ ചില അത്യാവശ്യ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വേറെ പാഠങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇളവുകളെ യഥാർത്ഥ പാഠങ്ങളായി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളിൽ പലർക്കും ഈ കാര്യം നഷ്ടപ്പെട്ടു പോയി, ജാഗ്രത നഷ്ടപ്പെട്ടു പോയി എന്നാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് സമ്പത്ത്? എന്താണ് സമ്പത്ത്? ഇസ്ലാമിൽ നമ്മൾ നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു റസൂലാണ്. ഈ ലോകത്തേക്ക് മുഴുവനായി അയക്കപ്പെടുന്ന നിത്യദൂതനാണ്. ഈ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പകലിൽ പണിയുണ്ട് എന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യകാലത്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമായൊരു നിസ്കാരം ഉണ്ടായിരുന്നു. അതിനാണ് നമ്മൾ തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. റസൂലിന് നിർബന്ധമായി ഉണ്ടായിരുന്ന നമസ്കാരമായിരുന്നു തഹജ്ജുദ് നമസ്കാരം. അപ്പോൾ അത് രാത്രിയിൽ കൂടുതലായി നിന്ന് നമസ്കരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ കാരണം പറഞ്ഞ എന്താണെന്ന് അറിയോ? ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. കാരണം പകല് നിനക്ക് നിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വേറെ പണിയുണ്ടല്ലോ. അതുകൊണ്ട് നിന്ന് കൂടുതൽ നിസ്കരിക്കാൻ പറ്റിയ സമയം ഏതാ? രാത്രി. അതായത് നിങ്ങൾ പകല് കൂടുതൽ വന്ന് ഇങ്ങനെ നിസ്കരിക്കാന്ന് പറയാത്തതിൻ്റെ കാരണം അതാണ്. പകൽ മനുഷ്യരുടെ പണികളിലാണ്. അല്ലാതെ ഇസ്ലാം ആരാധനകളുടെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പകല് പോയിട്ട് 5 മണിക്കൂർ രാത്രി നിസ്കരിക്കാനല്ല പറഞ്ഞത്, രാത്രി നിന്ന് നിസ്കരിക്കൂ. കാരണം ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ കച്ചവടവും അതിൻ്റെ സംരംഭങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആയത്ത് പറയുന്നത്. റസൂല് അപ്പോൾ ബിസിനസ് ചെയ്യാണ്, റസൂല് കച്ചവടക്കാരനാണ്. അതുകൊണ്ട് പറയുന്നു ഇന്നലക ഫിന്നഹാരി സബ്ഹൻ തവീല. പകൽ നീ പണി ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പകൽ പണി ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. നമ്മൾ ഇബാദത്ത് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ സംഗതികളെ മനസ്സിലാക്കിയിട്ടുള്ളത്. നിസ്കാരവും നോമ്പും മാത്രമല്ല ഇബാദത്ത്.
നമ്മളുടെ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഇടപാടുകളിൽ ഇബാദത്തുണ്ട്. ആ ഇടപാടുകളും ആ ഇടപഴകലുകളും ആ രംഗത്തെ നമ്മളുടെ പെരുമാറ്റങ്ങളും സാമ്പത്തിക മര്യാദകളും ഇതാണല്ലോ കൂടുതൽ ജീവിതത്തിലുള്ളത്. അരമണിക്കൂർ നിസ്കാരത്തേക്കാൾ കൂടുതലുള്ളത് 23.5 മണിക്കൂർ അപ്പുറമുള്ള സമയമാണ്. ഈ സമയത്ത് ഇസ്ലാമിക പാഠങ്ങളുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒരു നിഷ്കളങ്കമായി നമ്മൾ കരുതുന്ന ഒരു കാര്യം ഉണ്ടാവും. അള്ളാഹിൻ്റെ മാർഗത്തിൽ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു പണിയാണെന്നാണ് നമ്മുടെയൊക്കെ പലരും തെറ്റിദ്ധാരണ. അങ്ങനെയല്ല. അതിനുവേണ്ടി ഇസ്ലാമിക ദഅവാ പ്രവർത്തനങ്ങളും ഇസ്ലാമികമായ സേവനങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതോടൊപ്പം നിങ്ങളൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ, നിങ്ങൾ ഒരാൾക്ക് കീഴിൽ തൊഴിലെടുക്കുന്നുവെങ്കിൽ അതിൻ്റെയൊക്കെ ഉദ്ദേശം ഹലാലായ സമ്പാദ്യം നേടുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉദ്ദേശ്യമെങ്കിൽ അതും ഒരു ഇബാദത്താണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, റസൂലെ, ഏറ്റവും മികച്ച സ്വതക്ക ഏതാണ്? ഏറ്റവും മികച്ച സ്വതക്ക നമ്മൾ കരുതുന്ന സ്വതക്ക ഏതാ? ഒരാൾ മുമ്പിൽ വരുമ്പോൾ അയാളെ സഹായിക്കുന്ന സ്വതക്കയാണെന്നാണ്. തീർച്ചയായും അതിനൊക്കെ കൂലിയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുഖ്മ തുത്ഇമുഹ, നീ നിന്റെ ഭാര്യക്കും പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഉരുളുണ്ടല്ലോ സ്വന്തം. നമ്മൾ തെറ്റിദ്ധരിക്കരുത്, നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഹലാലായ സമ്പാദ്യം കൊണ്ട് എൻ്റെ മക്കളെയും എൻ്റെ ഭാര്യയെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബാംഗങ്ങളെയും ഒക്കെ പോറ്റണമെന്ന് കരുതി നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ചെരുപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഹലാലായ സമ്പാദ്യം തേടിയിട്ടാണെങ്കിൽ അള്ളാഹ് അതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് തരും. പക്ഷെ അവിടെ ഹലാലാവണം. അവിടെ ഹലാലാവാതെ, അവിടെ ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കാതെ നമ്മൾ അതിൽ കുറേ തെറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാണിക്ക ഇട്ടിട്ട് പടച്ചോനൊരു കൈക്കൂലി കൊടുക്കണ പോലെ വന്ന് നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നിനക്ക് പകല് ഇങ്ങനെ കുറേ പണിയുണ്ട്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം നിർബന്ധമാക്കിയല്ലോ. പിന്നീട് നിസ്കാരം 5 നേരത്തെ നമസ്കാരം നിർബന്ധമായി വന്നു. 5 നേരത്തെ നമസ്കാരം നിർബന്ധമായി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് നിങ്ങൾ ഖുർആനിൽ നോക്കൂ, ഫതാബ അലൈക്കും ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. അങ്ങനെ 5 നേരത്തെ നിസ്കാരം ഷെഡ്യൂളിൽ വന്നപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിൽ ഒരു കുറവ് കൊടുത്തു. അള്ളാഹു എങ്ങനെയാണ് ഭൗതിക ലോകത്തെയും ആത്മീയതയെയും സാമ്പത്തിക രംഗത്തെയും മനുഷ്യൻ്റെ ഇടപാടുകളെ ക്രമീകരിക്കുന്നതെന്ന് നോക്കണം. 5 നേരം നമസ്കാരങ്ങൾ വന്നപ്പോൾ ആ തഹജ്ജുദ് നിസ്കാരത്തിൽ കുറവ് കൊടുത്തു. ഫഖ്റഊ മാ തയസ്സറ മിനൽ ഖുർആൻ. ഇനി അത്ര ലെങ്തി ആയിട്ട് എന്ത് ചെയ്യണ്ട, അങ്ങനെ രാത്രി നിന്ന് നിസ്കരിക്കുകയും പകൽ മുഴുവൻ ആയാൽ പിന്നെ പകലത്തെ പണികളൊന്നും നടക്കൂല. അപ്പോൾ ഭൗതികമായ ആത്മീയമായ മനുഷ്യരുടെ ജീവിതത്തിലെ ആത്മീയമായ കാര്യങ്ങളെയും അള്ളാഹുവിന് ലഭിക്കാനുള്ള അവകാശങ്ങളെയും മനുഷ്യർ ഈ ലോകത്ത് ചെയ്യേണ്ടുന്ന പണികളെയും ഒക്കെ അള്ളാഹു വളരെ ഭംഗിയായിട്ടാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിത പദ്ധതിയാണെന്ന് പറയാനുള്ള കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് അള്ളാഹു ഇതിൽ അലക്ഷ്യമായിട്ട് കുറേ എന്തോ നമുക്ക് തന്ന് ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയോ ചെയ്തോ, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് നിസ്കാരം മാത്രം തന്നാൽ മതി എന്ന് പറയല്ല ചെയ്തത്. ഇതാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമയോട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നുണ്ട്. ഷുഐബ് നബി അലൈഹി ഇസ്ലാം ഓരോ പ്രവാചകന്മാർക്കും അവരവർ പരിഷ്കരിക്കേണ്ടുന്ന നിശ്ചിത മേഖലകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദിൻ്റെ പ്രബോധനം പോലെ തന്നെ ഓരോരുത്തർക്കും പ്രത്യേക മേഖല ഉണ്ടായിരുന്നു. ഹൂദ് നബിക്ക്, അതുപോലെ തന്നെ സ്വാലിഹ് നബിക്ക്, അതുപോലെ തന്നെ ഷുഐബ് നബിക്ക് അലൈഹിമുസ്സലാം അജ്മഈൻ. ഈ പ്രവാചകന്മാർക്കെല്ലാം പ്രത്യേക പണികളുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് പ്രത്യേക പണി ഉണ്ടായിരുന്നു, ഈസാ നബി അലൈഹി ഇസ്ലാമുക്ക് ഉണ്ടായിരുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം സാമ്പത്തിക രംഗത്തെ അവരുടെ കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കലായിരുന്നു. സാമ്പത്തിക രംഗത്ത് അത്ര കൃത്രിമത്വം നിറഞ്ഞ, അതല്ലെങ്കിൽ മനുഷ്യർ എന്നുള്ള നിലയിൽ ഏറ്റവും വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ നിങ്ങൾ നോക്കൂ, വൈലുൽ ലിൽ മുത്തഫിഫീൻ. ഒരു സൂറത്തിൻ്റെ പേരാണ് വൈലുൽ ലിൽ മുത്തഫിഫീൻ, അല്ലേ? കള്ളക്കച്ചവടക്കാരെ കുറിച്ചാണ്. കള്ളക്കച്ചവടക്കാർ എന്നാണ് ഒരു സൂറത്തിൻ്റെ പേര്. കള്ളക്കച്ചവടക്കാർ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഖുർആനിലൊരു സൂറത്തിൻ്റെ പേര്, ലുക്മാൻ എന്നൊരു സൂറത്തിൻ്റെ പേര്, മറിയം എന്നൊരു സൂറത്തിൻ്റെ പേര്, അൽ ബഖറ എന്നൊരു സൂറത്ത്, ഒരു സൂറത്തിൻ്റെ പേരാണ് അൽ മുത്തഫിഫീൻ, അനധികൃതമായി സമ്പാദിക്കുന്നവർ.
അല്ലദീന ഇദക്താലു അലന്നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും വാങ്ങിക്കും, അത് പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചെടുത്തിട്ട് കുറച്ച് പൈസ കൊടുക്കും. ജനങ്ങൾക്ക് അങ്ങോട്ട് തൂക്കി കൊടുക്കുമ്പോൾ അളവ് കുറച്ചിട്ട് പൈസ കൂടുതലും വാങ്ങിക്കും. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ഈ ചങ്ങായിമാർക്ക് എൻ്റെ ബോധമില്ലേ? ഇതിങ്ങനെ തിന്ന് ദുനിയാവിൽ ജീവിക്കാൻ പറ്റുമോ? പള്ളക്ക് തന്നെ മടുക്കും, വയറിന് തന്നെ കുറച്ച് കഴിഞ്ഞാൽ തിന്നാൽ തന്നെ മടുക്കും. ദുനിയാവ് തന്നെ നിങ്ങൾക്ക് മടുക്കും, എത്ര സമ്പാദിച്ചാലും മടുക്കും. അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. സമ്പത്ത് കൊണ്ട് തോന്നിയത് കളിക്കാമെന്നാണോ കരുതുന്നത്? ഇവരൊക്കെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസമില്ലേ എന്നാണ്. യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഒരു അർത്ഥമുണ്ട്, എണീറ്റ് നിൽക്കേണ്ട ദിവസം എന്നാണ്. ഖിയാമ എന്ന് പറഞ്ഞാൽ കാമ എന്ന് പറഞ്ഞാൽ നിന്ന് ബോധിപ്പിക്കേണ്ടി വരും, അള്ളാഹിനോട് ബോധിപ്പിക്കേണ്ടി വരുന്ന ദിവസം. അതുകൊണ്ടാണ് ഷുഐബ് നബി അലൈഹി സ്വലാമയോട് സമൂഹം ചോദിച്ചു. ഇങ്ങനെ കുറേ ഉപദേശങ്ങൾ അദ്ദേഹം സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട് നടത്തിയപ്പോൾ ഷുഐബ് നബിയോട് അദ്ദേഹത്തിൻ്റെ സമൂഹം ചോദിച്ചു, ഖാലു യാ ഷുഐബ് അസ്വലാത്തുക തഅ്മുറുക അൻ നത്റുക മാ യഅബുദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിന മാ നശാ. അല്ലയോ ഷുഐബേ, നീ ഇപ്പോൾ നിസ്കരിക്കാനും അതുപോലെ തന്നെ ഇബാദത്ത് ചെയ്യാനൊക്കെ പറയുന്നത് ഓക്കെ, പക്ഷെ ഞങ്ങളുടെ സാമ്പത്തിക രംഗത്തെ നിയമങ്ങളും കൂടി നീ പറയാൻ തുടങ്ങി എങ്ങനെ ശരിയാവും? പലിശ പാടില്ല, ഇത് പാടില്ല, ഇതെങ്ങനെ ശരിയാവുക? നിസ്കാരം നോമ്പൊക്കെ ഓക്കെ, ഈ കാര്യം നീ പറയുന്നത് എന്തിനാണ്? ആ സ്വലാത്തുക തഅ്മുറുക, നിന്റെ നിസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? അൻ നത്റുക മാ യഅബുദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിന മാ നശാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വെടിയണമെന്നും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നതിന് നിനക്കെന്താ പ്രശ്നം? നീ പറയുന്നതനുസരിച്ച് ഈ നിസ്കാരത്തിനെ പോലെ തന്നെ അതും വേണമെന്നാണല്ലോ പറയുന്നത്. അതെങ്ങനെ ശരിയാവുക? ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നീ വല്ലാത്തൊരു സംഭവം തന്നെ എന്നാണ് ചോദിക്കുന്നത്. നീ ഇങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ നിയമം പറഞ്ഞാൽ ശരിയാവുമോ? നമ്മുടെ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നുന്നത്, ഇത് പടച്ചോനെ കുറച്ചൊക്കെ അനുസരിച്ച് ജീവിക്കുക, ഇതെല്ലാത്തിലും ഇപ്പം ഇങ്ങനെ പടച്ചോൻ പറഞ്ഞാൽ അത് നമുക്ക് ശരിയാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പടച്ചവൻ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഇടപാടിലാണ്. ഹലാലായ ചിക്കൻ കഴിക്കണം എന്നുള്ളിടത്ത് നിങ്ങൾക്കൊരു സംഭവം ഉണ്ടാവുമല്ലോ, ഭയങ്കര സൂക്ഷ്മതയായിരിക്കും. ഹലാലായ ചിക്കൻ കഴിക്കുന്നത് വരട്ടെ, നിങ്ങൾക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചിലപ്പോൾ ഹലാലും ഹറാമും ലോകത്ത് ആ കൂടി നിങ്ങൾക്ക് അർത്ഥതാണോ അർത്ഥതല്ലേ എന്ന് സംശയമുള്ളൊരു കോഴി മാത്രമേ തിന്നാൻ മരിക്കാൻ കിടക്കുമ്പോൾ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇസ്ലാമിൽ അതിന് ചിലപ്പോൾ ഒരു ഫത്വ ഉണ്ടാവും. പക്ഷേ ഹറാമായ സമ്പാദ്യം കൊണ്ട് നിങ്ങൾക്ക് ഹലാലായ ചിക്കൻ വാങ്ങിച്ച് കഴിക്കാൻ പറ്റൂല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, കയ്യിൽ പോക്കറ്റിലുള്ള പൈസ ഹറാമാണ്, പക്ഷെ ഹലാൽ ചിക്കനും ഹലാൽ ബോർഡും ഉള്ളിടത്തുനിന്ന് ഇയാൾ വാങ്ങിക്കുള്ളൂ. ഇത് വല്ലാത്ത തമാശയാണെന്ന് മാത്രമല്ല, ഇന്ന് ഉമ്മത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉമ്മത്ത് കരുതുന്നത് ഇങ്ങനത്തെ കുറേ പദങ്ങളിൽ, ഇബാദത്ത്, ഹലാൽ, ഇങ്ങനത്തുള്ള പദങ്ങളിൽ അത് തളച്ചിടപ്പെടുകയും ഇസ്ലാമികമായുള്ള മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് തൻ്റെ സമ്പാദ്യം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം അല്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴിക്ക് നയിക്കണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ അല്ലേ. ആരാണ് അനുഗ്രഹിച്ചവർ? വല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അല്ലാഹു കൂടുതലായി അനുഗ്രഹിച്ചവർ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. സിദ്ദീഖുകൾ, നബിമാർ, ശുഹദാക്കൾ, സ്വാലിഹുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിസിനസ് നടത്തുന്ന ആളെ കുറിച്ച് പറഞ്ഞ ഹദീസ് എന്താ? അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. ശുഹദാക്കളുടെ പദവിയിലാണ് ആര്? സത്യസന്ധനായ കച്ചവടക്കാരൻ. എങ്ങനെ കച്ചവടക്കാരനെ മാത്രം അത് കിട്ടണേ? ഇത്തിരി ബുദ്ധിമുട്ടാണ്, ചെറിയ പ്രയാസമുണ്ട്. ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചുകൊണ്ട് എൻ്റെ ലാഭത്തെ, എൻ്റെ സമ്പാദ്യത്തെ ഹലാലായി നിർത്താൻ, അതല്ലെങ്കിൽ എൻ്റെ നഷ്ടത്തെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കസർത്തുകളെ ഇല്ലായ്മ ചെയ്യാൻ
ഇത് സാധിക്കുമ്പോൾ അത്താജുറു സ്വദൂഖുൽ അമീൻ സിദ്ദീഖീന, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ. ഇത് കച്ചവടത്തിൽ മാത്രം വരുന്നതല്ല കേട്ടോ, സാലറി വാങ്ങിക്കുന്നവർക്ക് ബാധകമാണ്, കൃഷി ചെയ്യുന്നവർക്ക് ബാധകമാണ്, പങ്കാളിത്ത കച്ചവടം, ഈ കാര്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ പാഠങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹിൻ്റെ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന വലിയ പണികൾ എന്നുള്ള നിലയിൽ നമ്മൾ കരുതുന്നു നമുക്ക് ഈ ലോകത്ത് 3 ഡ്യൂട്ടിയാണുള്ളത്. ഒരു മനുഷ്യന് ഈ ലോകത്ത് അള്ളാഹു കൊടുക്കുന്ന 3 ഡ്യൂട്ടിയാണ്. ഒന്ന് ഇബാദത്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കതറിയാം. ജീവിതം മുഴുക്ക തന്നെ ഇബാദത്താണ്. പക്ഷേ ഇബാദത്തിൻ്റെ പ്രകടമായ ചില രൂപങ്ങളുണ്ട്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തൊക്കെ പോലെ. രണ്ടാമത്തേത് ഖിലാഫത്താണ്, അള്ളാഹിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടലാണ്. മൂന്നാമത്തേത് ഇമാറത്താണ്, ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ. ഈ ഭൂമിയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പടച്ചു അല്ലേ, ഭൂമിയിൽ. പിന്നെ ഇവിടെ തന്നെയാണ് അള്ളാഹ് പടക്കുന്നത് നിങ്ങളെ. വസ്തഅമറകും ഫീഹാ, എന്നിട്ട് ഈ ഭൂമിയിലെ എല്ലാ ഇടപാടുകളും, കൃഷി, കച്ചവടം, ഇടപാടുകൾ, അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ നിങ്ങൾ പുതിയ കാലത്ത് എന്ത് പദപ്രയോഗങ്ങൾ നടത്തിയാലും സാമ്പത്തിക ഇടപാടുകൾ, ഇതൊക്കെ നടത്തുക. മഹാനായ ഇമാം റാഗിബുൽ ഇസ്ഫഹാനി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് ഈജാദു ഷൈഇൽ ജദീദ് വ തർബിയത്തിഹി എന്നാണ്. പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടുന്ന ഡ്യൂട്ടി ആരെ ഏൽപ്പിച്ചിട്ടുള്ളത്? അള്ളാഹ് നേരിട്ട് ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യലല്ലോ ചെയ്തത്, മനുഷ്യനെ തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഇത് ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ബാധകമാണ്. ഇൻഷാ അല്ലാഹ് സമ്പത്തുമായി ബന്ധപ്പെട്ട അത്തരം നിയമങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ അതിൽ ഏറ്റവും മിനിമം ചില കാര്യങ്ങളെങ്കിലും, നമുക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രാക്ടീസുകളും ഇസ്ലാമിക വിരുദ്ധമാണ്, അതുകൂടി പറയണമല്ലോ. അപ്പോൾ അത് അറിയുക. നമ്മൾ ഖുത്തുബയിൽ മാത്രം പറഞ്ഞതുകൊണ്ട് തീരാവുന്നൊരു സംഗതിയല്ല. ഖുത്തുബയിൽ നേരത്തെ വരിക, അതല്ലെങ്കിൽ വൈകി വരിക, ഇതിനനുസരിച്ച് നമ്മളെന്തോ കേട്ടു പോകേണ്ട ഒരു കാര്യം. നിങ്ങളിത് പഠിക്കുകൂടി വേണം, സ്വയം നിലക്ക് വായിക്കുകൂടി വേണം. അതിന് ലഭ്യമായ എല്ലാ റിസോഴ്സുകളിൽ നിന്ന് മലയാള ഭാഷയിലടക്കം ഇസ്ലാമിക വിവരങ്ങൾ ലഭ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു സാമ്പത്തിക രംഗത്തെ ജാഗ്രത കൈമുതലാക്കി ജീവിക്കാൻ, ആ വിഷയത്തിലും നമുക്ക് തഖ്വയോടുകൂടി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. اللهم صل وسلم وبارك على رسولك محمد وعلى آل محمد كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. عباد الله وإماء الله، أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم. اللهم اغفر لحينا ولميتنا. اللهم يا ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى على خير خلقه محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. قوموا للصلاة.